ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹവർ യെസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇത് ഗുരുവായൂരുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലത്തെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. അപ്പൊ ഇതാ രണ്ടാമത്തെ ദിവസം ഇന്ന് ഇതാ തൊഴാൻ പോവാണ്. ഇപ്പൊ ഏകദേശം 8 മണി ആവാറായി. അത് 8 മണി കഴിഞ്ഞാൽ തോന്നുന്നു, സമയം നോക്കിയില്ല. അപ്പൊ നേരെ അമ്പലത്തിലോട്ട് പോകാൻ പോവാണ്. ഇന്ന് രണ്ടാമത്തെ ദർശനമാണ്. ഇന്നലെ വൈകിട്ട് നമ്മൾ തൊഴുതിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇന്ന് ഗുരുവായൂർ തൊഴുതിട്ട് വേറെ 2 അമ്പലത്തിനും കൂടെ പോകാനുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇന്ന് 3 മണിക്കോ 4 മണിക്കോ എന്താണ് നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ. അപ്പൊ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത്. അപ്പം അതെല്ലാം ഇന്നത്തെ പരിപാടി. സോ ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഇതാ വീണ്ടും അമ്പലത്തിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നാരായണാലയത്തിന്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ തൊഴുതിട്ടൊന്ന് ഇവിടെയും കയറണം. നടയിൽ തൊഴുതിട്ട് അതെവിടെ തൊഴുതിട്ടാവണേ. അപ്പോൾ ആദ്യം ഇവിടെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തൊഴുതിട്ട് വരാം. ഇങ്ങനെ നാരായണാലയത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ കേട്ടാ. ഇവിടെ കണ്ടിട്ട് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. ഇനി ക്യൂ ഉണ്ടോ ഇല്ലെന്ന് അങ്ങ് നടയിലെത്തുമ്പോൾ അറിയാം. തരം നോക്കാം. ഇവിടെ ഇപ്പൊ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മെയിൻ്റനൻസ്, എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗുരുവായൂരിലെ കുളം കാണിച്ചു തരാം. കുളം നമ്മളതാ കുളത്തിലിറങ്ങി ഇന്ന് കാല് നനയ്ക്കാന്ന് വിചാരിച്ചു ചേട്ടാ. ചറക്കണ കേട്ടാ, ചറക്കണം. ഇതാണ് ഇവിടത്തെ കുളം. നടുക്കൊരു കൃഷ്ണ ഇരിക്കണുണ്ടോ. അവിടെ നിറച്ച് മീന് കേട്ടാ. ഇന്നലത്തെ കണക്ക് തിരക്കുണ്ടായിരുന്നു. ഇന്നലത്തെ കാട്ടി വന്നു. ഇനി ബാഗും ഫോണെല്ലാം കൊണ്ട് ക്ലോക്ക് റൂമിൽ കിട്ടും. അതിന്റെ കാലം ക്ലോക്ക് റൂമിലെ തിരക്ക് നോക്കൂ. അമ്പോ ഇന്നലെ ഒരു 10-15 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള തിരക്ക് നോക്ക്. എൻ്റെ അമ്മോ, ഇനി എപ്പം ബാഗ് വയ്ക്കുമെന്ന് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത തിരക്ക് കേട്ടാ. അതോ എൻ്റെ അമ്മോ, അവിടെ എന്തോ കല്യാണ വർക്കൊക്കെ നടക്കുന്നു. കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയിക്കട്ടെ. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക് ക്ലോക്ക് റൂമിലൊക്കെ. ഇങ്ങനെ ക്ലോക്ക് റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് മമ്മിയൂർ അമ്പലത്തിലും കൂടെ പോയിട്ട് വന്നു കേട്ടോ. കാരണം ട്രെയിന് തൃശ്ശൂരാണ്. അപ്പം ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ തന്നെ എല്ലാം വെച്ചിട്ട് മമ്മിയൂരും പോയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ കൃഷ്ണ ഗുരുവായൂരപ്പ ടെമ്പിൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് സെയിൽ സ്റ്റാളിൽ നിൽക്കാനായിട്ട്. ഇവിടെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു. ഇവരുടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ ഈ കടയിലുള്ളത്. ഇവരുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഫുള്ളി നാച്ചുറലി മെയ്ഡാണ്. അതായത് ചന്ദനത്തിരി, സോപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്യുന്ന ബാക്കി വരുന്ന പൂക്കളില്ല, അതായത് ഭഗവാൻ അർപ്പിച്ച പൂക്കൾ ബാക്കി വരുന്നതൊക്കെ ചിലപ്പം കളയാനൊക്കെ ഇട്ടേക്കില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഓരോ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത്. അതിനെ ഇവർ ഓരോ പ്രോഡക്റ്റ്സിലോട്ട് മാറ്റിയെടുക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് കേട്ടോ. അതായത് അമ്പലത്തിൽ നമ്മൾ കൊടുക്കുന്ന പൂന്ന് വേസ്റ്റ് ആവുന്നില്ല, മനസ്സിലായില്ലേ? ഇവിടുത്തെ മരം വെട്ടി കേട്ടോ, കുറച്ച് മോളൊക്കെ വെട്ടി കളഞ്ഞ്. എന്തോ ഇടയ്ക്കെന്തോ ഒടിഞ്ഞു വീണ് അങ്ങനെ എന്തോ വിഷയമായിട്ട് വെട്ടിയാണ് കേട്ടോ. പക്ഷെ അതുണ്ടായിരുന്നപ്പോൾ ഒരു രസമായിരുന്നു. അല്ലെങ്കിൽ രസം തന്നെ. മറ്റേ ലാലു ലക്സ് പറയും പോലെ എത്ര കണ്ടാലും മതിയാവില്ല. അതേ കണക്കാണ് ഇവിടെ.
ഇന്ന് ഭയങ്കര തിരക്കായ കാരണം നമുക്ക് നടയിൽ കയറി തൊഴാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചുറ്റമ്പലത്തിൽ മാത്രമേ കയറി തൊഴുതുള്ളൂ. കാരണം ട്രെയിൻ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യൂ നിന്നില്ല. കാരണം 4 സൈഡിൽ നിന്ന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറാൻ പോയാണ് കേട്ടോ. പസിക്കുന്നത് മണി ഞാൻ എന്താ പോരിയും എത്താതോ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് വരാം. നമ്മളതാ ഇവിടെ കടയിൽ കയറിയിട്ട് കുറച്ച് അലവലിസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. മയിൽപ്പീരി അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഇനി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കാരണം ഒരു 2:30 എത്തിയാൽ 3:15 തോന്നുന്നു ട്രെയിൻ. അപ്പം ലെറ്റ്സ് ഗോ. ബാഗുകളെല്ലാം പാക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി പോവാം. കമാൺ. അപ്പൊ നമ്മളിതാ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ബസ് ഓടിക്കണം. ഒന്നെങ്കിൽ KSRTC അല്ലെങ്കിൽ പ്രൈവറ്റിലായിരിക്കും പോകണം. KSRTC തൊട്ടടുത്തുണ്ട്. അപ്പം ഏതാണ് ആദ്യം കിട്ടണം അതിൽ കയറി നേരെ സ്റ്റേഷനിലോട്ട്. Okay, let's go. KSRTC ബസ് സ്റ്റാൻഡ് 50 മീറ്റർ. അപ്പൊ ഇങ്ങോട്ടാണ്. ഈ മുടുക്കി കൂടെ പോണം. KSRTC ബസ് 1:45 ഉള്ളു കേട്ടോ. അപ്പം അതിനുവേണ്ടി കാത്തു നിന്ന് ടൈം എടുക്കും. അപ്പം പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോവാം. തൃശ്ശൂർ ബസ് കിട്ടി. നമുക്ക് ഇനിയിൽ കയറാം. അങ്ങനെ നമ്മൾ ഇപ്പൊ ഇവിടെ തൃശ്ശൂർ ടൗണിലെത്തി കേട്ടോ. ഇനി ഒന്ന് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് നോക്കണം. ഇപ്പൊ കാണുന്ന ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ മണ്ടേ കൂടെ ഇങ്ങനെ കറങ്ങി പോകാം. ഏത് സൈഡിൽ വേണമെങ്കിലും ഇറങ്ങാം. അത് കൊള്ളാം കേട്ടോ. നല്ലൊരു ഐഡിയ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലോക്കുള്ള എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ ഒരു ബ്രിഡ്ജ് വേണം. അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളത് ഇവിടെ ഒരു ബേക്കറിയിൽ കയറിയിരിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, ചിപ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട്. ട്രെയിനിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നണ്ടേ, കുറച്ച് വിശപ്പൊക്കെ മാറ്റേ. ഏത് അങ്ങനെ നമ്മൾ ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോഴാണ് ഇവിടുത്തെ ഫ്ലാഗ് മര്യാദയ്ക്ക് കാണുന്നത്. പാറി പറക്കുന്ന കാറ്റിട്ട്. ഇനി ട്രെയിന് 3:15 ഇനി ട്രെയിനിൽ കയറണം. ട്രെയിൻ ആദ്യം പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഐ ലവ് നമ്മുടെ തൃശ്ശൂര്. എന്ത് ബുദ്ധിയില്ലായ്മയാണ് യവന്മാർ കാണിക്കുന്നത് നോക്കിയാണ്. അതുകൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നത്. എനിക്കവിടെ മിക്കവാറും ടിക്കറ്റ് എടുക്കാതെ പറഞ്ഞവരായിരിക്കും. ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പായാൽ മതി, പിന്നെ തീർന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കയറി നിൽക്കുന്നത് ഒരു പിടുത്തമില്ല. ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് കോച്ചിലാണ് കേട്ടോ. നമുക്ക് D1 കയറട്ടെ. കയറിയിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതാ ട്രെയിനിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ട്രെയിൻ എടുത്തു. പിന്നെ എനിക്ക് 2 പേരുടെ നടുക്കാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. വിൻഡോ സീറ്റല്ല കിട്ടിയത്. അതുകൊണ്ട് കുറച്ച് ഷോർട്സ് ഒക്കെ കിട്ടിയുള്ളൂ. അത്ര വലിയ നല്ല ഷോർട്സ് ഒന്നും കിട്ടിയില്ല. അപ്പം കിട്ടിയ ക്ലിപ്സൊക്കെ നിങ്ങൾ കാണുക കേട്ടോ.
നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ട്രിവാൻഡ്രം സെൻട്രലിൽ തിരിച്ചെത്തി. അയ്യോ, നമ്മുടെ കോച്ച് ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് പ്ലാറ്റ്ഫോമില്ലായിരുന്നു. അപ്പൊ അടുത്ത കോച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് ഇറങ്ങിയത്. നമുക്കിനി നേരെ പോയി വണ്ടിയിൽ കയറാം. അങ്ങനിപ്പോ സമയം 9:43 ആയിരിക്കുകയാണ്. ഇനി നേരെ വണ്ടിയിലോട്ട് കയറണം, വീട്ടിലോട്ട് പോകണം. 2 ദിവസത്തിന് ശേഷം വീണ്ടും ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മളിത് ഇവിടെ വഴുതക്കാട് ഒരു തട്ടാട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്നാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ. ഔട്ടർ എടുക്കുന്നത് ഞാൻ അടുത്ത ദിവസമാണ്. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നലെ. വന്നുടനെ കിടന്ന് ഉറങ്ങി, പിന്നെ ഫ്രഷ് ആയിട്ട്. സോ ഫ്രണ്ട്സ്, ഈ ഗുരുവായൂരത്തെ പാർട്ട് 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയൊരു കാണാൻ TK സൈനിങ് ഔട്ട്.